പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് കർത്താവ് പറഞ്ഞേക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു സംഭവം ആയിട്ടില്ല, സമയം ആയിട്ടില്ല. എന്നാ പക്ഷെ എപ്പോഴും റെഡി ആയിട്ട് ഒരുങ്ങിയിരിക്കണം. ഒരുക്കം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നല്ല ശരിയായ ഒരു ഒരുക്കം എന്ന് പറയുന്നത് ഈശോ വ്യക്തമായിട്ട് കാണിച്ചു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും ആദ്യം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത്. ഈ ചുങ്കക്കാരും വേശ്യകളും എന്ന് പറയുമ്പോ അതിൻ്റെ അകത്ത് ഇങ്ങനെയുണ്ട്. രണ്ടു പേര് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ഒരു ധനികൻ ഇഷ്ടംപോലെ ധനം വാരി എറിഞ്ഞിട്ട് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചേച്ച് ദൈവത്തിന് ആദ്യം നന്ദി പറഞ്ഞു. ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്നും പറഞ്ഞൊരു വലിയൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു. നന്ദിയുടെ ഒരു പ്രാർത്ഥനയിൽ തുടങ്ങി. അതിനുശേഷം ഡേ നിൽക്കുന്നവനെ പോലെ ഒന്നല്ല, ഞാൻ ആഴ്ചയിൽ ഉപവസിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിന്റെ കണക്റ്റഡായിട്ട് അതിന്റെ ഇണവചനമായിട്ട് മറ്റൊരു ഭാഗത്ത് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ഞാൻ ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് വായിച്ചാൽ അതിൻ്റെ അകത്ത് സീക്രട്ട് മനസ്സിലാവും. ധനം വാരി എറിഞ്ഞവൻ, പള്ളിയില് അല്ലെങ്കിൽ ദശാംശം കൊടുത്തവൻ, അത് കൊടുത്തവൻ അവനെ കൊടുത്തതിനെ കുറിച്ച് ഓർമ്മയുണ്ട് കൃത്യമായിട്ട്. ഞാൻ വിശന്നു വന്നപ്പോ നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല എന്ന് പറയുന്നതും, ദാഹിച്ചപ്പോ കുടിക്കാൻ തന്നില്ല എന്ന് പറയുമ്പോൾ, ഇതൊക്കെ കൊണ്ടുവന്ന് എത്തിക്കണത് ഒരു പ്രത്യേക ഒരു അവസ്ഥയുടെ മുമ്പിലെ കൊണ്ടുവന്ന് എത്തിക്കണം. ഒരു വല്ലാത്തൊരവസ്ഥയുടെ മുമ്പിൽ. ധനവാൻ പറഞ്ഞ കാര്യങ്ങളില് ഇവൻ പാവപ്പെട്ട ഒരുത്തൻ അവിടെ പുറത്തു വെച്ച് പറയുക, അവൻ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും വിഷമിച്ചുകൊണ്ട് ചങ്കത്തേക്ക് അടിച്ചുകൊണ്ട് അവൻ മാറത്തടിച്ചുകൊണ്ട് ഒറ്റ വാക്ക പറഞ്ഞോളൂ, കർത്താവെ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് ചങ്കത്ത് അടിച്ചുകൊണ്ട് പോയി പറഞ്ഞു. അവൻ പറഞ്ഞപ്പോ എല്ലാം ഇവൻ പുറത്തുനിന്ന് കേട്ടോണ്ടിരിക്കുക. അവൻ അത് ചെയ്തു എന്ന് പറയുമ്പോ ഞാനത് ചെയ്തില്ലല്ലോ. അപ്പൊ ഓരോ കമാൻഡ്മെന്റ്സ് അല്ലെങ്കിൽ ഓരോ നമ്മള് കൽപ്പനകളോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സാക്ഷ്യങ്ങളോ ആരുടെയെങ്കിലും ക്ലാസ്സുകളോ കേൾക്കുമ്പോൾ നമുക്ക് തോന്നണം, ഞാനങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഞാനങ്ങനെ അല്ലല്ലോ. അപ്പൊ ആ ഒരു തോന്നലിൽ നിന്ന് നമുക്ക് കണ്ണുനീരൊഴുക്കാനായിട്ടുള്ളൊരു അനുതാപത്തിന്റെ ഒരു വേദന നമ്മൾ അതിന് ആ ഉരുകുന്ന അല്ലെങ്കിൽ എരിയുന്ന ഒരവസ്ഥ നമുക്ക് എപ്പോഴെല്ലാം വരുന്നുണ്ടോ, വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവൻ ഞാൻ കടാക്ഷിക്കുന്നു പറയുന്നത്. അപ്പോൾ ആ ദൈവഭയം ഉണ്ടാകുന്ന, ഇപ്പൊ ദൈവഭക്തി എല്ലാവരിലും ഇഷ്ടംപോലെ ഉള്ളവരോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവഭയം കുറവായതുകൊണ്ട് പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ലോകം ഭയങ്കര അതിഭീകരമായ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുക. ധനവാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവനത് ചെയ്തു പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും ആ റൂട്ട് അങ്ങനെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ ചുങ്കക്കാരനും വേശ്യയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് സ്വർഗത്തിൽ കയറാനുള്ള യാതൊരു സോഴ്സും ഇല്ലാന്ന് അവർക്കുള്ള തിരിച്ചറിവ് കൃത്യമായിട്ട് ഉണ്ടായിക്കഴിയുമ്പോ അന്നേരം ഒരു ആദിയിൽ നിന്നും വേദനയിൽ നിന്നും ഭയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു എരിച്ചിലോടുകൂടിയുള്ളൊരു കണ്ണുനീരിട്ടൊരു വിളിയുണ്ട് ദൈവത്തോടെ. ആ വിളിയാണ് യഥാർത്ഥത്തില് ആ അനുതാപിക്കുന്ന പാപിയെ ചൊല്ലിയ സ്വർഗത്തിൽ സന്തോഷമുള്ളൂ. അങ്ങനെ അനുതാപത്തോടു കൂടി ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ആൾ, ആ വരവിനാണ് അങ്ങനെയുള്ള ആളുകൾ ചുങ്കക്കാര് വേശ്യകളെ സ്വർഗത്തിൽ കയറും. നമ്മളിപ്പോ എന്തെല്ലാം കേട്ടാലും നമുക്ക് കുറെ അറിവുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനുതാപം വർദ്ധിക്കുന്നില്ല, അഭിഷേകം വർദ്ധിക്കുന്നില്ല. കൃപ എന്നാന്ന് അറിയാൻ പറ്റുള്ളൂ. കൃപ നമുക്ക് ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൃപയുടെ ജീവിതം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അതെല്ലാം കൃപയുണ്ടെന്ന് അറിയാൻ പറ്റുള്ള ഏത് കൃപ എനിക്ക് എന്നും ബന്ധനമായിട്ട് കിടക്കുന്നുണ്ടോ, ഒരിക്കലും ഓപ്പൺ ആവില്ലാത്ത കൃപ ഏതാണെന്ന് അറിയാൻ പറ്റില്ല. കൃപ എടുക്കപ്പെട്ടു കഴിഞ്ഞാലും
ഈ കൃപയെ കുറിച്ച് അറിയില്ലെങ്കിലോ, അത് ത്രിത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് കൂട്ടില്ലെങ്കിലോ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥ. അതാണ് ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത്, അപകടത്തിന്റെ മേഖല. നമുക്ക് എപ്പോഴും ഒരു എന്നാ പറയണേ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ളു. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വിശന്ന് വന്നപ്പോ നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അപ്പൊ നീതിമാന്മാർ എന്ന് പറയുന്ന വ്യക്തികള് പറയണ ഒറ്റ കാര്യം കൊടുക്കും, അത് നീ എപ്പോഴാ വന്നു? ഞാൻ അറിഞ്ഞു പോലും, ഞാൻ അറിഞ്ഞില്ല നീ വന്നത്, അറിഞ്ഞില്ല ഞാൻ വെള്ളം നിന്നിട്ട് എപ്പോഴാ തന്നതെന്നും അറിയത്തില്ല. അപ്പൊ അവന്റെ ലൈഫിൽ എപ്പോഴും എവരിഡേ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഹിന്ദു ആണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ മുസ്ലിമാണെന്നോ അല്ലെങ്കിൽ കത്തോലിക്കനാണെന്നോ യാക്കോബിക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാണെന്ന് നോക്കാതെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നന്മ. ആ നന്മ അനുഭവിക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. അതിന്റെ ഇടയിൽ എപ്പോഴോ ഈശോ വന്നേച്ച് ആ നന്മ നമ്മുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചേച്ച് ഈശോയും പോയി. എന്നിട്ട് അവസാനത്തെ ദിവസത്തിലാ പറയുന്നത് ഈശോ, ഞാൻ വിശന്ന് വന്നിട്ട് നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, നിങ്ങൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചു, അങ്ങനെ നിങ്ങൾ എന്നെ വീട്ടിൽ പാർപ്പിച്ചു, അങ്ങനെയൊക്കെ പറയുന്നതാ. അപ്പൊ ഇതൊക്കെ ഒന്നും ഇല്ലാതെ കാണാപ്പാടും വചനം പഠിക്കുക, കാണാപ്പാടും വചനം വായിച്ച് മനസ്സിലാക്കുക, ഇതൊന്നുമല്ല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം മാത്രമേ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. ഇതൊന്നും മോശമെന്ന് പറയില്ല, പക്ഷെ അതിന്റെ ശരിയായ കാതലായിട്ടുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് അതിന്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മളെ കൊണ്ടൊന്ന് എത്തിക്കുന്ന പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കാന്നുള്ള. ഈശോ എന്ത് ചെയ്തോ, ഈശോ എന്ത് പറഞ്ഞോ അത് നമ്മൾ പറയണം, ഈശോ എന്ത് ചെയ്തോ അത് നമ്മൾ ചെയ്യണം. ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നും കൂടെ ഈശോ പറഞ്ഞു. അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് മാത്രമല്ല, ഞാൻ സഹിച്ചതിനേക്കാൾ വലിയ സഹനം നിങ്ങൾ സഹിക്കും.